ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഖത്തർ ലൈഫിൽ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ എണിച്ച് വരുന്നത്. നേരത്തെ തന്നെ 7 മണിക്ക് പോകുമ്പോൾ എണിച്ചിട്ട് ടിഫൻസൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം കൂടി കടന്നിട്ടാണ് എണിക്കുക. അപ്പോഴാണ് കുട്ടികൾ എണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ചപ്പാത്തി പൂരി ഒക്കെ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചത് കൊണ്ട് എല്ലാം ഇൻസ്റ്റൻ്റാണ്. പിന്നെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നത് കാരണം ആ ഫിഷ് ഒന്ന് നേരാക്കാനുണ്ട്. എങ്ങനെ നേരാക്കി കഴിയുന്നെന്ന് എനിക്കറിയില്ല. ആ ഫിഷിനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുട്ടികൾക്ക് കുറച്ച് പൂരി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ തലേ ദിവസത്തെ നമ്മുടെ ചിക്കൻ അതിൽ നിന്നും കൂടുതൽ നേരം നമ്മൾ വൈകിട്ടാണ് എണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചടപടേന്നായിരുന്നു കേട്ടോ പണി. ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. നമ്മൾക്ക് ഇതാണ് എളുപ്പം മെത്തേഡ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാനുള്ളത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് റെഡിയാക്കി വെച്ച് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഒരു കറി ഉണ്ടാക്കുക, വേഗം അങ്ങോട്ട് പൊരിച്ചു കൊടുക്കുക. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ വന്ന ശേഷം. പിന്നെ ഞാൻ ചെയ്യാനുള്ളത് ഫുഡിനുള്ളതാണ് കേട്ടോ. 1 മണിയായിട്ടുണ്ട്. 2 മണിയാകുമ്പോഴേക്കും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി നേരത്തെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുക്കറിലായതുകൊണ്ട് 2-3 വിസിലങ്ങോട്ട് അടിച്ചു കാരണം പറഞ്ഞാൽ ചോറ് ഇതാ പെട്ടെന്നാവും. കണ്ടല്ലോ, ഞാൻ പറയുന്ന സമയത്താണ് ഇവനടക്കം പല്ല് വയ്ക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ എണിച്ചിട്ട് വിശക്കണില്ലേ ചോദിച്ചാലാണ് ഇവർക്കൊക്കെ വിശക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയത്ത് മാത്രം നമുക്ക് ഫുഡ് റെഡിയാക്കിയാൽ മതി. അങ്ങനെ ഫുഡ് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോഴാണ് അവർ വരുന്നത്. അങ്ങനെ അവർക്കുള്ള ഫുഡും കൊടുത്ത് പിന്നെ അരിയും ഇട്ടു കേട്ടോ. ഫിഷ് എപ്പോഴും കട്ട് ചെയ്താൽ വാങ്ങല് കേട്ടോ. അത് ഫസ്റ്റ് അഴിവാണ് ഞാൻ ഇനി നേരാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് നേരാക്കി കഴിയുന്നൊന്നും എനിക്ക് ടൈം എടുക്കുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഒരു കറിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.